ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ നമ്മുടെ സൈറ്റാൻ ആളാണെങ്കിൽ തോൽക്കുമെന്ന് 100% ഉറപ്പിച്ചെങ്കിലും എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുൻപിൽ തന്റെ ഇമേജ് അത് കളയാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിദ്യ അത് കണ്ടെത്തണമെന്ന് പറഞ്ഞ് കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. അതിനുശേഷം വിളിച്ചു പറയും, ഈ കൊച്ചു പയ്യന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല, അങ്ങനെ ചെയ്ത ഈ കുഞ്ഞ് താങ്ങില്ല, സോ ഇവന് പഞ്ച് ചെയ്യാൻ ഞാനൊരു അവസരം കൊടുക്കുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ ഫേസ് ഇപ്പൊ ട്രങ്ക്സിന് കാണിച്ചു കൊടുക്കും. ട്രങ്ക്സ് ആണെങ്കിൽ ഒന്നും ആലോചിക്കില്ല, അവന്റെ എല്ലാ ദേഷ്യവും ഉപയോഗിച്ച് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിക്ക് സൈത്താനാണെങ്കിൽ പറന്നുപോയി അടുത്തുണ്ടായിരുന്ന ചുമരില് പരന്ന് അങ്ങനെ സ്റ്റിക്കറായിട്ടിരിക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും അത് കണ്ട് ആർപ്പ് വിളിക്കും. സൈത്താനാണെങ്കിൽ ഒരുപാട് അപമാനത്തില് ഇപ്പോ അവന്റെ റൂമിലേക്ക് കടന്നു വരും. അതിനുശേഷം ഇടികിട്ടിയ ഭാഗത്ത് കൈവച്ചമർത്തി, നോ, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു, ഇത് ശരിക്കും ഒരു വലിയ അപമാനമാണെന്ന്, ഇത് ശരിക്കും എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയൊരു അപമാനമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ജൂനിയർ വിഭാഗത്തിലെ മത്സരം അത് അവസാനിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തില് മിസ്റ്റർ ട്രങ്ക്സ് ചാമ്പ്യനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത യഥാർത്ഥ മത്സരം ദ റിയൽ ചാമ്പ്യൻഷിപ്പ് അത് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഗോകുവാൻ ടീമാണെങ്കിൽ വിഭാഗത്തിന്റെ മത്സരമൊക്കെ കണ്ടതിന് ശേഷം അവരുടെ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അങ്ങനെ നടന്നു വരികയാണ്. അവരാണെങ്കിൽ മെയിൻ മത്സരം നടക്കുന്ന വേദിയിലേക്ക് കടന്നു വരും. ഉടനെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരെ തടയാണ്. അയ്യോ ഇല്ല, ചെറിയ കുട്ടികൾക്ക് ഇവിടെ കടന്നു പോകാൻ കഴിയില്ല. അതിന് മൊട്ടപ്പം പറയും, ഞങ്ങൾ ചെറിയ കുട്ടികളല്ല, വലിയ ആൾക്കാരാണ്, ഞങ്ങളുടെ സൈസ് കണ്ട് ഞങ്ങളെ വാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ പേര് പറയാം, ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് അവരുടെ പേര് പറഞ്ഞു കൊടുക്കും. സെക്യൂരിറ്റി ആണെങ്കിൽ ചെക്ക് ചെയ്യും. തെറ്റ് മനസ്സിലാക്കി ഐ എം സോറി, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കടത്തി വിടുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയോട് പറയും, സത്യത്തിൽ നീ വീണ്ടും യങ് ആയിരിക്കുകയാണ്, ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ യങ് ആവുമെങ്കിൽ ഞാനും ഒരിക്കൽ ഹെവനിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നു പറയും. ഗോകു ആണെങ്കിൽ അതിനവനെ ക്ഷണിക്കുകയാണ്. ഉടനെ അവനാണെങ്കിൽ നമ്പർ 16 നോക്കും. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കാണിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ട്രങ്ക്സിനെയും ഗോട്ടനെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ അതുവഴി ചുറ്റി നടക്കുമ്പോഴായിരിക്കും ട്രങ്ക്സിന്റെ മുൻപിൽ ഇപ്പോ മാസ്ക് ഒക്കെ ഇട്ട ഒരാൾ പ്രത്യക്ഷപ്പെടുക. അവനാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. അവനാണെങ്കിൽ ഗോട്ടന് ആ ഒരാളെ കാണിച്ചു കൊടുക്കും. ഇദ്ദേഹവും ഒരു പോരാളിയാണെന്ന് തോന്നുന്നു. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ആളെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മണ്ടനാണെന്ന്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഒരു വലിയ ആൾക്കാരുടെ ഫൈറ്റിൽ മത്സരിക്കുക എന്നതാണ്. ജൂനിയർ വിഭാഗത്തിലെ മത്സരം ഒരു രസം ഉണ്ടായിരുന്നില്ല. നമുക്ക് നൈസായിട്ട് ആളുടെ തലയ്ക്കൊരു കിക്ക് കൊടുത്ത് ആളുടെ ഡ്രസ്സ് ഉപയോഗിച്ച് സീനിയർ വിഭാഗം മത്സരത്തിൽ കയറി പറ്റിക്കൂടെ. അത് കേട്ട് ഗോട്ടനാണെങ്കിൽ ഞെട്ടും. അയ്യോ ഇല്ല, ഞാനിതിനൊന്നുമില്ല, എനിക്ക് ഭയമാണ്. ഇതാണെങ്കിൽ അവനെ കളിയാക്കും. അപ്പൊ നിനക്ക് വലിയ ആൾക്കാരുടെ കൂടെ നല്ല പവറായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലേ? ഞാൻ കരുതിയത് നീ എന്നെ പോലെ നല്ലൊരു പോരാളി ആയിരിക്കും എന്നാണ്. ഗോട്ടം പറയും, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങാനും പിടിക്കപ്പെട്ട അത് വലിയ പ്രശ്നമാവും. അതിന് ട്രങ്ക്സ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് അവന്റെ ഒപ്പം നിൽക്കാനായിട്ട് പറയും. ഞാൻ അവന്റെ തലയ്ക്കൊരു കിക്ക് കൊടുക്കാം, എന്നിട്ട് നൈസായിട്ട് അവന്റെ ഡ്രസ്സ് അടിച്ചു മാറ്റാന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ ആളുടെ അടുത്തേക്ക് വരും. പോരാളി ആണെങ്കിൽ ട്രങ്ക്സിനെ കാണേണ്ട താമസം, ഓട്ടോഗ്രാഫ് ഒന്നുമില്ല, ഇവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. അതിനവൻ പറയും, അയ്യോ അല്ല, ഓട്ടോഗ്രാഫിനല്ല, അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്, അവൾക്ക് ഒട്ടും സമയമില്ല, നിങ്ങൾ തിരക്കാണെന്ന് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. പക്ഷെ അവള് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അത് കേട്ട ആള് ഞെട്ടും. ഓ നോ, നിന്നോട് ആര് പറഞ്ഞു ഞാൻ തിരക്കാണെന്ന്? എനിക്ക് എത്രയും വേഗം ആ പെൺകുട്ടിയെ കാണണമെന്ന് പറയും. അത് കേട്ട് ട്രങ്ക്സ് ആണെങ്കിൽ ആളെയും വിളിച്ച് കാടിന്റെ അടുത്തേക്ക് പോകും. അതിനുശേഷം കറങ്ങി വന്ന് ആളുടെ തലയ്ക്ക് ആഞ്ഞ് കിക്ക് ചെയ്ത് താഴെയിടും. പിന്നീട് ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും ചേർന്ന് ആളെ പിടിച്ചു വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുവരും. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ വലിയൊരാളെ പോലെ തോന്നും, സോ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ആശാമാർ രണ്ടുപേരും ചേർന്ന് അവന്റെ ഡ്രസ്സ് മുഴുവൻ അങ്ങനെ അഴിച്ചെടുത്ത് അവർ ധരിക്കും. ഇപ്പോ ആ ഒരു പോരാളിയാണെങ്കിൽ നിക്കറും അട്ടർവേർ മാത്രം ഇട്ട് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. ഗോട്ടൻ ആണെങ്കിൽ ഇപ്പോ ട്രങ്ക്സിനെ അവന്റെ തോളത്ത് കയറ്റും. ഗോട്ടൻ ട്രങ്ക്സിനോട് ചോദിക്കും, സത്യത്തിൽ ഇതൊക്കെ വർക്കൗട്ട് ആവോ? അതിനവൻ പറയും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് വർക്കൗട്ട് ആവും. അവിടെയുള്ള സെക്യൂരിറ്റീസ് മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യും. ഉടനെ ഗോട്ടൻ ആണെങ്കിൽ കണ്ണ് കാണാതെ പുറകിലേക്ക് നടന്ന് ഒരു മരത്തിൽ പോയി ഇടിച്ച് അവര് താഴേക്ക് വീഴുകയാണ്. ഗോട്ടന് കണ്ണ് കാണാനായിട്ട് ഇപ്പൊ ട്രങ്ക്സ് ആണെങ്കിൽ അവന്റെ കണ്ണിന്റെ ഭാഗത്തായി 2 ദ്വാരം ഇട്ട് കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ ഗോകുവും ടീമും ആണെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിക്കലോയും അതുപോലെ നമ്പർ 16 അവർ രണ്ടുപേരും വണ്ടടിച്ച് ഗോകു ആക്രമണത്തോടുകൂടെ ഭക്ഷണം വലിച്ചു വാരി തിന്നത് നോക്കി നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, ഒരു മനുഷ്യന് ഇത്ര ആക്രാന്തൊക്കെ ഉണ്ടാവൂ? അങ്ങനെ ഗോകു പറയും, അയ്യോ അല്ല, ഇവിടുത്തെ ഫുഡ് അത് വളരെ ടേസ്റ്റിയാണ്. അതേസമയം ഗോഹാനും നമ്മുടെ ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. ഗോഹാനാണെങ്കിൽ മത്സരത്തിൽ ട്രങ്ക്സ് ജയിച്ചു എന്ന് പറഞ്ഞ് അവനും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഈ സയാൻ വംശജർക്ക് എല്ലാവർക്കും ഒക്കത്തെ ആക്രാന്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് ഇപ്പൊ ചുന്ദരി പെണ്ണാണെങ്കിൽ ഷോക്കാവും. അതിന് ഗോഹാൻ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട്, നിന്നോട് ഞാൻ പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കും. അതിന് അവനാണെങ്കിൽ സോറി പറയും.
ഫുഡൊക്കെ കഴിച്ച് അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു സ്പൈക്കിനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഗോകുവിന്റെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെന്നും നിങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ഞാനും ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഇവിടേക്ക് വന്നത്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഫൈറ്റ് കാണാനും വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. എന്തായാലും നിങ്ങളുടെ ഫൈറ്റ് കാണാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. ഈ ലോകം മുഴുവനും പ്രശംസിക്കുന്ന നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരാമോ എന്ന് ചോദിക്കും. അതിന് ഗോകു ആണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അവൻ ഗോകുവിന്റെ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ ഗോകുവിന് എന്തോ ഒന്ന് ഫീൽ ചെയ്യാണ്. താങ്ക്സ് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവനോടൊപ്പം വന്ന ആളുടെ കൂടെ അവിടുന്ന് കടന്നു പോകും. പിക്കലും ആണെങ്കിൽ അത് ആരാണ് ചോദിക്കും. അതിന് ഗോകു പറയും, എനിക്കറിയില്ല അവരാരാണെന്നും എവിടെ നിന്ന് വന്നവരാണെന്നും. പക്ഷെ നമ്മൾ അവരെ നിസ്സാരക്കാരായി കരുതേണ്ട കാര്യമില്ല. ഉടനെ മൊട്ടപ്പൻ ചോദിക്കും, നീ പറയുന്നത് നീ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റു പോകുന്നതാണോ? ഗോകു ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. പക്ഷെ നമ്മുടെ പിക്കലുമാണെങ്കിൽ തീർത്തു പറയും, ഒരു കാര്യം എനിക്കറിയാം, അവര് ഭൂമിയിലുള്ളവരല്ല. ഇവിടെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, ഇതിലിവിടെ എന്താ നടക്കണേ? നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകാമോ? ഗോഹാനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അവളാണെങ്കിൽ പിക്കലെ നോക്കി പറയും, അവന്റെ ബോഡിയിൽ എന്തിനാ പെയിന്റ് അത് അടിച്ചു വെച്ചിരിക്കുന്നത്? അതിന് ഗോഹാനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന് പച്ച കളറ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നടന്നു വരും. ആങ്കർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് കൈവീശി കാണിക്കും. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. സെയ്റ്റാനും കൂടെ ഇവിടേക്ക് എത്തിച്ചേർന്നതിന് ശേഷം നമുക്ക് ഡ്രോ അത് ആരംഭിക്കാമെന്ന് പറയും. ഉടനെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അവിടേക്ക് വന്ന് ആങ്കറിനോട് പറയും, ചാമ്പ്യൻ സെയ്റ്റാന് ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര പിടിക്കുന്നില്ല, സോ മത്സരത്തിനിടയിൽ അദ്ദേഹം ജോയിൻ ചെയ്തുകൊള്ളാം എന്നാണ് അറിയിച്ചതെന്ന് പറയും. അത് കേട്ട് ആങ്കർ വീണ്ടും പറയും, നിങ്ങളുടെ മത്സരം അത് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുൻപിലായിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രോ അതെടുക്കണം. ആ ഒരു ഡ്രോയിലൂടെ നിങ്ങളുടെ ഓപ്പണന്റ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ പ്രാർത്ഥന അത് കേൾക്കണം. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് ഓപ്പണന്റ് ആയിട്ട് മത്സരിക്കാൻ അവസരം തരാൻ പാടില്ല. ഗോകു ആണെങ്കിൽ ഇവിടെ ചുറ്റും നോക്കും. അപ്പോ ആ 2 പേര് അവരങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇവിടെയുള്ളവരിൽ വെച്ച് അല്പം പവറുള്ളവരായിട്ട് അവരെ മാത്രമാണ് തോന്നുന്നത്. അത് കേട്ട് ബാക്കി 2 പേര് ഒരുപാട് ദേഷ്യപ്പെട്ട് പല്ല് കടിച്ച് ഗോകുവിനെ നോക്കും. ഗോകു ആണെങ്കിൽ അവരെ കണ്ട് ഞെട്ടും. ഓ നോ, ഇവരെന്തിനാ എന്നിങ്ങനെ കണ്ണു തള്ളി നോക്കുന്നത്? അവരുടെ ഞരമ്പൊക്കെ അതങ്ങനെ വലുതായി വരുന്നുണ്ടല്ലോ. ആങ്കർ ആണെങ്കിൽ ഓരോരുത്തരുടെ പേര് അത് വിളിക്കാനായിട്ട് ആരംഭിക്കും. ഓരോരുത്തരാണെങ്കിൽ അവിടേക്ക് വന്ന് ബാലറ്റിൽ നിന്ന് അവരുടെ നമ്പർ സെലക്ട് ചെയ്യുകയാണ്. അതനുസരിച്ച് അവരവിടെ എഴുതാനായിട്ട് തുടങ്ങും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ അവരുടെ ബോൾ എടുക്കാനായിട്ട് തുടങ്ങും. മൊട്ടപ്പനാണെങ്കിൽ 1-ാം നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ഇവിടെ നമ്മുടെ ഗോഹാന് അവനാണെങ്കിൽ ആ സ്പൈക്കനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. എനിക്ക് അവരെ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. അതിന് ഗോഹാനും ഓക്കെ പറയും. പിന്നീട് 18 ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് ആ സ്പൈക്കൻ അവനാണെങ്കിൽ അവന്റെ നമ്പർ എടുക്കും. അതിനുശേഷം ഇപ്പോ നമ്മുടെ ചെക്കന്മാര് ഗോഹാനും ഗോട്ടനും അവർ 2 പേരും ആരുടെയോ പേര് കേട്ട് ഓടി വന്ന് ലോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ ഒരു ജയന്റ് മാൻ ആണെങ്കിൽ അവരെ തൂക്കിയെടുക്കും. എന്റെ പേരാണ് ഇപ്പൊ വിളിച്ചത്, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് പകരം ലോട്ട് എടുക്കാൻ ശ്രമിക്കും ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവനാണെങ്കിൽ ട്രങ്ക്സിനെയും ഗോട്ടനെയും തൂക്കിയെടുത്ത് അറിയും. ട്രങ്ക്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവൻ എന്തുകൊണ്ടാ അവന്റെ പേര് വിളിച്ചിട്ട് ആദ്യം പോവാതിരുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ പോയി ലോട്ട് എടുക്കാൻ ശ്രമിച്ചത്. കട്ട് ചെയ്താ ഇവിടെ ചീച്ചി. ഇവിടെ ദേഷ്യപ്പെട്ട് പറയും, എന്തുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് ഗോഹാനും ഗോകുവിനൊന്നും ലോട്ട് കൊടുക്കാത്തത്? ഞാൻ അവർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പണം അത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൺസ് ഓൾറെഡി എന്റെ മകൻ ഗോട്ടനെ അവനെ ചീറ്റ് ചെയ്ത് തോൽപ്പിച്ച് ആ സമ്മാനത്തുക നേടി. സോ ഇനിയും ഒരു പരാജയം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് പണമാണ് ഇപ്പോൾ വലുത്. അടുത്തായിട്ട് ഗോകു ആണെങ്കിൽ ഇവിടേക്ക് വന്ന് അവന്റെ ലോട്ട് എടുക്കും. അവന്റെ നമ്പർ 11. പിന്നീട് ഗോഹാൻ, ചുന്ദരി പെണ്ണ്, അങ്ങനെ ഓരോരുത്തരായിട്ട് ലോട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ചുന്ദരി പെണ്ണിനെ കണ്ട് ഷോക്കാവും. ഇവള് ശരിക്കും സെയ്റ്റാന്റെ മകളാണോ? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയും. നമ്മുടെ മൊട്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു ജയന്റ് മാൻ ആളാണെങ്കിൽ ഇവ മൊട്ടപ്പനെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ വെജീറ്റയ്ക്ക് കിട്ടുന്ന നമ്പർ 12. ഗോകുവിനെതിരെ മത്സരിക്കാനായിട്ട് പോകുന്നത് സാക്ഷാൽ വെജീറ്റ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.